ഹായ് ഹലോ, നമ്മളിന്ന് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോവാണ്. അമ്മയും ഇക്കും ഞാനും കൂടിയാണ് പോയത്. അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജ് വരെയാണ് പോയത്. ഞാനൊരു തൈറോയ്ഡ് പേഷ്യൻ്റാണ്. അപ്പോൾ അതിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ചെക്കപ്പ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. നമ്മൾ ഡേറ്റ് ഒന്നും നമുക്ക് മാറിപ്പോയായിരുന്നു. അപ്പം ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അപ്പോൾ വേറൊരു ദിവസത്തേക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. അങ്ങനെ നമ്മളവിടെ നേരെ ഇറങ്ങി. നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും ഒരു ലോട്ടറി എടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ 2 ലോട്ടറിയൊക്കെ എടുത്ത് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. കാരണം നമുക്ക് തമ്പാനൂർ ചെന്നിട്ടാണ് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നത്. അങ്ങനെ നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്ക് ഇപ്പുറത്തൊരു കട കണ്ടു. അവിടെ പോയി നേരെ 2 വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ തമ്പാനൂരോട്ട് പോകാൻ ബസ്സിലോട്ട് കയറി. നമ്മളവിടെ ചെന്നിട്ട് ഒന്നെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനോ ആണ് കൊല്ലത്തേക്ക് വരിക. അങ്ങനെ നേരെ നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു. പെട്ടെന്ന് തന്നെ നമ്മൾ തമ്പാനൂർ എത്തിയായിരുന്നു. നമ്മൾ തമ്പാനൂർ എത്തിയപ്പോൾ വിചാരിച്ചു എന്നാൽ ഫുഡ് കഴിക്കാമെന്ന്. കാരണം നമ്മൾ രാവിലെ കൊല്ലത്തുനിന്ന് കയറിയതാണ്. നമ്മളൊന്നും ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലോട്ടാണ് വന്നത്. തമ്പാനൂർ വരുമ്പം കൂടുതലും ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. ഒരു കുത്തം മിനാറിൻ്റെ ഷേപ്പിലാണ് ഇവർ പണിഞ്ഞേക്കുന്നത്. അങ്ങനെ നേരെ നമ്മൾ ഏറ്റവും മുകളിലാണ് എപ്പോഴും വന്നിരിക്കുക. അങ്ങനെ നമ്മൾ നേരെ അവിടെ ഇരുന്നു. നമ്മളെല്ലാവരും നല്ല രീതിയിൽ ക്ഷീണിച്ചായിരുന്നു. അങ്ങനെ നേരെ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്നു. ഞാനത് പെട്ടെന്ന് അങ്ങ് കുടിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. അവർ 2 പേരും പ്ലെയിൻ ദോശയും ഞാൻ ബിരിയാണിയുമാണ് പറഞ്ഞത്. പ്ലെയിൻ ദോശ അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനും കഴിച്ചപ്പോൾ അതും കൊള്ളായിരുന്നു. ബിരിയാണി പക്ഷേ മുമ്പ് കഴിച്ച അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. മുമ്പ് ഞാൻ ഇവിടുത്തെ ബിരിയാണി നല്ല എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ എന്തോ ഇപ്രാവശ്യം കഴിച്ചപ്പോൾ ആ ഒരു ഇഷ്ടം തന്നെ പോയി. പ്ലെയിൻ ദോശയും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഗ്രേപ്പും കൂടി കുടിച്ച് നേരെ 2 കിറ്റ്കാറ്റും കൂടെ വാങ്ങിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. കാരണം ആ ടൈമിൽ ട്രെയിൻ ഇല്ലായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറാൻ വേണ്ടി അതിന് മുമ്പ് നമ്മൾ കുറച്ച് വെള്ളവും സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ ബസ്സിലോട്ട് കയറി. ബസ്സിൽ കയറിയപ്പോഴാണ് ഈ ബസ്സിൽ പാട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്കറിയത്തില്ലായിരുന്നു KSRTC പാട്ടൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ നേരെ തിരുവനന്തപുരത്ത് നിന്ന് ബസ് എടുത്തു. അപ്പം ഞാൻ പിന്നെ ഒറ്റ ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ കണ്ണുറക്കുന്നത് കൊട്ടിയെത്തിയപ്പോഴാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.